ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ട്രസ്റ്റ് തകർന്നാല് റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ മാറ്റിമറിച്ച ഒരു ചെറിയ സത്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അവൾ പതുക്കെ പറഞ്ഞു. പക്ഷേ അവൾ കുറച്ചു സമയം നിശബ്ദയായി. എനിക്കിനി നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അവനൊന്നും പറഞ്ഞില്ല. കാരണം അവൾ പറഞ്ഞത് സത്യമായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പില് ലവ് ഉണ്ടായിരുന്നു, മെമ്മറീസ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, ഒരുമിച്ച് കണ്ട ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രസ്റ്റ് ഇല്ലായിരുന്നു. അവരുടെ സ്റ്റോറി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവർ വളരെ സന്തോഷമുള്ള ഒരു കപ്പിളായിരുന്നു. അമലും റിയാസും വിവാഹിതരായിട്ട് വർഷങ്ങളായി. ആദ്യകാലത്തൊക്കെ അവർ വളരെ ക്ലോസ് ആയിരുന്നു. ഒരുമിച്ച് യാത്രകള്, ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻസ്, ചെറിയ സർപ്രൈസസ്, പരസ്പരം ഡ്രീംസ് ഷെയർ ചെയ്യാൻ. അവൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവൻ കേൾക്കും, അവന് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവൾ സപ്പോർട്ട് ചെയ്യും. അവർ പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ അവർ പരസ്പരം സേഫ് പ്ലേസ് ആയിരുന്നു. ഒരു ദിവസം റിയാസ് തന്റെ ഫോണില് ഒരു കോൺവെർസേഷൻ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ചോദിച്ചു, ആരോടാണ് സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, ഒന്നുമില്ല. പക്ഷേ അതൊന്നുമല്ലായിരുന്നു. ഒരു കോൺവെർസേഷൻ, പിന്നെ മറ്റൊന്ന്, പിന്നെ മറ്റൊരു ലായി. അമലയുടെ പ്രശ്നം ആ കോൺവെർസേഷൻ മാത്രമായിരുന്നില്ല. അവളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായി. ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? ഒരു ലായി, ഇവിടെ നിങ്ങൾ ഓർക്കണം, ഒരു ലായി എങ്ങനെ പല സംശയങ്ങളായി മാറുന്നു എന്ന കാര്യം. അടുത്ത ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഫോൺ സൈലന്റ് ആണോ? ആരായിരുന്നു വിളിച്ചത്? വൈകി വന്നാൽ അവൾ ചോദിക്കും, എവിടെയായിരുന്നു? മെസ്സേജ് വന്നാൽ അവൾ ചോദിക്കും, ആരുടേതാണ്? റിയാസ് ഒരിക്കൽ ചോദിച്ചു, നിനക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ മൈൻഡ് എന്നെ അതിനെ അനുവദിക്കുന്നില്ല. ഇതാണ് ബ്രോക്കൺ ട്രസ്റ്റിന്റെ വലിയ വേദന എന്ന് പറയുന്നത്. ആ സംഭവമൊക്കെ കഴിഞ്ഞു പോയാലും മനസ്സിന്റെ അലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആവില്ല. ട്രസ്റ്റ് തകർന്നാൽ നമ്മുടെ മനസ്സിന് എന്താണ് സംഭവിക്കുന്നത്? ട്രസ്റ്റ് എന്നത് ഒരു ഫീലിംഗ് മാത്രമല്ല, അത് ഒരു സെൻസ് ഓഫ് സേഫ്റ്റി കൂടിയാണ്. ഈ വ്യക്തി എന്നെ ചതിക്കില്ല, എനിക്ക് സത്യം അറിയാം, എനിക്ക് വൾണറബിൾ ആകാം എന്ന ഫീലിംഗ്. ട്രസ്റ്റ് തകർന്നാൽ നമ്മൾ ഓരോ കാര്യവും അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ചെറിയ സൈലൻസ് പോലും വലിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നും. ഒരു മിസ്ഡ് കോൾ പോലും ഡൗട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ ആദ്യം ഇമോഷണൽ സേഫ്റ്റി റീബിൽഡ് ചെയ്യണം. ഒരു ദിവസം അമല പറഞ്ഞു, നമുക്ക് ഫൈറ്റ് ചെയ്യാതെ ഒരു കോൺവെർസേഷൻ നമുക്ക് നടത്താം. അവർ ഇരുന്നു. അവൾ 3 ചോദ്യങ്ങൾ അവൾ ചോദിച്ചു. 1, എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത്? 2, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? 3, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് മാറ്റാനായിട്ട് പോകുന്നത്? ഈ 3ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പാസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രം ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യില്ല. ഫ്യൂച്ചർ ബിഹേവിയർ ആണ് ഹീലിംഗ് ഉണ്ടാക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിയാസ് ആകട്ടെ എക്സ്ക്യൂസസ് പറയാതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. അവൻ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. അത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. അടുത്ത ദിവസം എല്ലാം പെർഫെക്റ്റ് ആയില്ല. അമല ഇപ്പോഴും ഹേർട്ടായിരുന്നു. ചിലപ്പോൾ വീണ്ടും ഡൗട്ട് വരും അവൾക്ക്. പക്ഷെ റിയാസ് ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് അവളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആകണം. അവൻ ട്രാൻസ്പാരൻസി കാണിച്ചു, പ്രോമിസസ് പാലിച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും ഓണസ്റ്റി അവൻ കൊണ്ടുവന്നു. അവൾ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്താൽ, നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ദേഷ്യപ്പെടുന്നതിന് പകരം അവൻ പറഞ്ഞു, നിനക്ക് ഹർട്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് വലിയ മാറ്റം എന്ന് പറയുന്നത്. ഡിഫെൻസീവ്നെസ് കുറച്ചപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വളർന്നു. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഫൊർഗെറ്റിംഗ് അല്ല. അമല ചോദിച്ചു, ഞാൻ നിന്നോട് ഫൊർഗീവ് ചെയ്താൽ ഞാൻ ആ സംഭവം മറക്കണമോ? അവൻ പറഞ്ഞു, വേണ്ട. ഫൊർഗീവ്നെസ് എന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതല്ല. ഫൊർഗീവ്നെസ് എന്നാൽ ഈ സംഭവത്തെ എന്റെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു തീരുമാനമാണ്. പക്ഷെ ഫൊർഗീവ്നെസ്സിനോടൊപ്പം നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബൗണ്ടറി. ഹെൽതി റിലേഷൻഷിപ്പില് ലവ് മാത്രം പോരാ, റെസ്പെക്ട് വേണം, ഓണസ്റ്റി, അക്കൗണ്ടബിലിറ്റി, ബൗണ്ടറീസ്, ഇവയെല്ലാം വേണം ഒരു ഹെൽതി റിലേഷൻഷിപ്പിന്. ഒരു ദിവസം
അവൾ വീണ്ടും ട്രസ്റ്റ് ചെയ്തു. ഒരു വൈകുന്നേരം അമല ഫോൺ എടുത്തു. റിയാസ് അടുത്തുണ്ടായിരുന്നു. അവൾ ഫോൺ പരിശോധിച്ചില്ല. അവൾക്ക് സഡൻലി ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഇനി ഒന്നും ചികഞ്ഞ് അന്വേഷിക്കുന്നില്ല. അവൾക്ക് അന്ന് മനസ്സിലായി, ട്രസ്റ്റ് ഒരു വലിയ റൊമാൻറ്റിക് മൊമെന്റ് കൊണ്ട് തിരിച്ചു വന്നതല്ല. അത് തിരികെ വന്നത് 100 ചെറിയ കൺസിസ്റ്റൻസി കൊണ്ടാണ്. ഒരു ഓണസ്റ്റ് ആൻസർ, ഒരു പ്രോമിസ് പാലിച്ചത്, ഒരു ട്രാൻസ്പാരന്റ് കോൺവെർസേഷൻ, ഒരു ഡിഫിക്കൽട്ട് മൊമെന്റില് പേഷ്യൻസ്, ഒരു ലൈ പറയാനുള്ള അവസരത്തില് ട്രൂത്ത് പറഞ്ഞത്. ട്രസ്റ്റ് ഈസ് റീബിൽട്ട് ഇൻ സ്മോൾ മൊമെന്റ്സ്. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ. ഇനി ഞാൻ 5 റൂൾസ് പറഞ്ഞു തരട്ടെ ടു ഹീൽ ബ്രോക്കൺ ട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ട്രസ്റ്റ് തകർന്നിട്ടുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക, അതൊന്ന് അപ്ലൈ ചെയ്യുക. ഒന്നാമത്തത്, ട്രൂത്ത് ബിഫോർ കംഫർട്ട്. ടെമ്പററി കംഫർട്ടിനായിട്ട് ഒരിക്കലും നിങ്ങൾ ലൈ പറയരുത്. രണ്ടാമത്തത്, അക്കൗണ്ടബിലിറ്റി ബിഫോർ എക്സ്ക്യൂസസ്. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നതിന് മുമ്പ് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കാനുള്ള മനസ്സ്. അതാണ്. മൂന്നാമത്തെ കാര്യം, ആക്ഷൻസ് ബിഫോർ പ്രോമിസസ്. ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുന്നതിന് പകരം അത് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, പേഷ്യൻസ് ബിഫോർ പ്രഷർ. ട്രസ്റ്റ് നഷ്ടപ്പെട്ട വ്യക്തിയെ ഇനി എന്നെ വിശ്വസിക്കൂ എന്ന് ഫോഴ്സ് ചെയ്യരുത്. അവൾക്ക് ഹീലിങ്ങിന് അല്ലെങ്കിൽ അവന് ഹീലിങ്ങിന് സമയം കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, ഗ്രോത്ത് ബിഫോർ ഗോയിങ് ബാക്ക് ടു നോർമൽ. പഴയ റിലേഷൻഷിപ്പ് തിരികെ വേണം എന്നതിനേക്കാൾ നല്ലത് പഴയതിനേക്കാൾ ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രോമിസ് കൊണ്ടുവരിക രണ്ടുപേരും. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്, എല്ലാ ബ്രോക്കൺ റിലേഷൻഷിപ്പും റിപ്പയർ ചെയ്യേണ്ടതില്ല. റിപ്പീറ്റഡ് ബിട്രയൽ, മാനിപ്പുലേഷൻ, അബ്യൂസ്, കോൺസ്റ്റന്റ് ഡിസ്റെസ്പെക്ട്, ഫിയർ ഇവ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സേഫ്റ്റിയെയും വെൽ ബീയിങ്ങിനെയും നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. തുടരെയുള്ള ബിട്രയൽ ഞാൻ ഈ പറഞ്ഞ റീസൺ ഒക്കെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഹീലാക്കാനായിട്ട് നോക്കരുത്. ലവ് എന്ന പേരിൽ നമ്മളെല്ലാം സഹിക്കേണ്ടതില്ല. ഫോർഗീവ്നെസ് ഡസ് നോട്ട് മീൻ അക്സെപ്റ്റിംഗ് റിപ്പീറ്റഡ് ഹാം. അതാണ്, അത് മനസ്സിലൊന്ന് വെച്ചാൽ മതി. അമലും റിയാസും അവരുടെ പഴയ റിലേഷൻഷിപ്പ് തിരികെ നേടിയില്ല. അവർ അതിനേക്കാൾ നല്ല ഒന്നാണ് അവർ ബിൽഡ് ചെയ്തത്. കാരണം അവരുടെ പുതിയ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷേ മോർ ഓണസ്റ്റ് ആയിരുന്നു, മോർ ട്രാൻസ്പാരന്റ് ആയിരുന്നു, മോർ മെച്വേർഡ് ആയിരുന്നു. ഒരു ദിവസം അമല അവനോട് പറഞ്ഞു, എനിക്ക് പഴയ നിന്നെ വേണ്ട. അവൻ അത്ഭുതപ്പെട്ടു. അവൾ ചിരിച്ചു, എനിക്ക് ഇപ്പോഴത്തെ നിന്നെയാണ് വേണ്ടത്. കാരണം ഇപ്പോൾ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പോലെയാണ്. തകർന്നാൽ അത് പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു വരണമെന്നില്ല. പക്ഷേ ശരിയായ കെയർ, ഓണസ്റ്റി, പേഷ്യൻസ്, കൺസിസ്റ്റന്റ് ആക്ഷൻസ് ഇവയിലൂടെ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിർമ്മിക്കാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങളുടെ റിലേഷൻഷിപ്പില് ട്രസ്റ്റ് തകർന്നിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക, ഞാൻ ഈ റിലേഷൻഷിപ്പിനെ പഴയതുപോലെ ആക്കാനാണോ ശ്രമിക്കുന്നത്, അതോ കൂടുതൽ ഹെൽത്തി ആയ ഒരു റിലേഷൻഷിപ്പ് നിർമ്മിക്കാനാണോ എന്നുള്ളത്. ട്രസ്റ്റ് ടേക്സ് ടൈം ബട്ട് ഹീലിംഗ് ഈസ് പോസിബിൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. എൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഗ്രൂപ്പ് ക്ലാസ്സുകളും വളരെ എന്താ പറയാനാ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും ഒക്കെ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കണമെങ്കിലോ ഗ്രൂപ്പ് സെഷനിൽ ജോയിൻ ചെയ്യണമെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ കൂടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇൻസ്പയർ, ഹീൽ, ഗ്രോ ആൻഡ് റൈസ്. Thank you so much for watching my video. Thank you once again. See you back tomorrow with another wonderful video. Thank you.